എവ്രിവൺ, ഇതൊക്കെയല്ലേ വരാൻ പോകുന്നത്. നമുക്കൊരു മിനിമൽ അഫോർഡബിൾ മേക്കപ്പ് ലുക്ക് ചെയ്താലോ? നമുക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം, വാ. അപ്പൊ നമ്മൾ കുറെ കാലമായില്ലേ വീഡിയോ കേട്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മിനിമൽ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാമെന്ന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫേസ് വാഷ് ഏതാണോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ടോണറാണ്. ടോണർ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്കിവിടെ ടോണർ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡോട്ട് ആൻഡ് കിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഒന്ന് ചീക്കൊക്കെ ഒന്ന് ഉള്ള പോലെയും പിന്നെ കുറച്ച് ഗ്ലോ ആവുന്ന പോലെയൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. അതൊക്കെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് അബ്സോർബ് ആവാനുള്ള ടൈം കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ വെയിലത്തൊന്നും പോകാനല്ല, ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് BB ക്രീം ആട്ടോ. നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പകരം CC ക്രീം യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, BB ക്രീം കൊണ്ട് മാത്രമാണ്. ശരിക്കും നമ്മളുണ്ടല്ലോ വളരെ കുറച്ചെടുത്താൽ മതി. ചില ആൾക്കാർ വിചാരിക്കുന്നത് കുറേ പ്രൊഡക്റ്റ് എടുത്താലും അടിപൊളിയാണ്, പക്ഷെ അല്ല കേട്ടോ. വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ നല്ല ഡാർക്ക് സർക്കിളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസീലർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രോ പെൻസിലാട്ടോ എടുക്കുന്നത്. സാധാ നോർമൽ ഐബ്രോ പെൻസിലാണ്. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചില ആൾക്കാർക്ക് ഐബ്രോ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലഷ് ആണ്. ബ്ലഷ് ഞാൻ ഇവിടെ മാസിൻ്റെ ഒരു ടിൻ്റ് ആട്ടോ യൂസ് ചെയ്യുന്ന, ലിപ് ടിൻ്റ്. ബ്ലഷ് നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ചധികം എടുക്കുക, കുറച്ച് മതിയെങ്കിൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുക. ഞാനിതെൻ്റെ ഫിംഗർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഞാൻ ലിപ്പിലും ഈ ടിൻ്റ് യൂസ് ചെയ്തത്. ഇത് ശരിക്കും ലിപ് ടിൻ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ കോമ്പാക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബനാന പൗഡർ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ നോർമൽ പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. നോർമലി നിങ്ങൾ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലിപ്സിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ലിപ് ലൈൻ ചെയ്യാം. എപ്പോഴും ലിപ് ലൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് ലൈനർ വെച്ച് ചെയ്യുന്നതാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഫേസ് സ്കാനറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പ്രൊഡക്റ്റ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐലൈനർ ഇടാം. ഞാൻ ജസ്റ്റ് ഒരു വിങ്സ് ഒക്കെ ഇട്ടെടുത്തിട്ടാണ് ലൈൻ ചെയ്യാറ്. ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. നമ്മളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇതല്ലേ കാണിക്കുന്നത്, അപ്പം ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ.